കേരള വിഷൻ ഏർപ്പെടുത്തിയ അഭിനയ ശ്രേഷ്ഠ പുരസ്കാരത്തിന് പ്രശസ്ത നടൻ വിജയരാഘവൻ അർഹനായി. സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ വിജയരാഘവനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ക്യൂട്ടീസ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഹെഡ് ശ്രുതി വിജയൻ, ബ്രാഞ്ച് മാനേജർ വൈശാഖം എന്നിവർ ചേർന്ന് പുരസ്കാരം സമ്മാനിച്ചു. കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ പ്രജീഷ് അച്ചാണ്ടി ടാപ്പി നൽകുന്ന ഉപഹാരം സമ്മാനിച്ചു. വിജയരാഘവൻ ഒരു സിനിമയിലും അഭിനയിച്ചു കണ്ടിട്ടില്ല എന്നും എല്ലാ സിനിമയിലും കഥാപാത്രമായി അദ്ദേഹം ജീവിക്കുകയാണെന്നും ഈ വേദിയിൽ ആദരമർപ്പിക്കാൻ സാധിച്ചത് നിമിത്തമായി കരുതുന്നുവെന്നും ഔസേപ്പച്ചൻ പറഞ്ഞു. ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് മലയാള സിനിമയല്ല ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും മികവുറ്റ ഈ കലാകാരന് അഭിനയ കുലപതിക്ക് നിറഞ്ഞ ആദരം നൽകിക്കൊണ്ട് കേരള വിഷന്റെ അഭിനയ ശ്രേഷ്ഠ പുരസ്കാരം ഞങ്ങൾ ഇവിടെ നൽകുകയാണ്. മലയാളത്തിന്റെ വിജയരാഘവൻ, ഞങ്ങളുടെ കുട്ടേട്ടനുള്ള സ്നേഹമാണ് ഞങ്ങൾ ഇവിടെ ഇതാ നൽകുന്നത്. ടാപ്പി നൽകുന്ന ഒരു സ്നേഹം പ്രജീഷ് സാറ് കൈമാറുന്നു. ടാപ്പി നൽകുന്ന പ്രജീഷ് സാർ കൈലിഡൂതിയാണ്. ടാപ്പി നൽകുന്ന ഗിഫ്റ്റാണ്. ഇനി ഞങ്ങളുടെ പ്രശംസാപത്രം നൽകുന്നത് ക്യൂട്ടീസിന് വേണ്ടി ശ്രുതിയും വൈശാഖും ചേർന്നിട്ടാണ്. എഗെയിൻ കേരള വിഷന്റെ ഭാഗത്ത് നിന്നുള്ള അംഗീകാരം നൽകുന്നത് പ്രജീഷ് അച്ചാണ്ടിയാണ്. ഈ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയത് പേപ്പറിൽ അറിഞ്ഞതാണ്. എങ്കിലും ഇതൊരു നിമിത്തമായിട്ട് ഞാൻ കാണുകയാണ്. ഈ പടം പബ്ലിക്കായിട്ട് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ പ്രൊഡ്യൂസർ തോമസ് തിരുവല്ല ഒരു പ്രിവ്യൂ വെച്ചു. അന്ന് ഞാൻ മ്യൂസിക് വർക്ക് ചെയ്തതല്ല, പക്ഷെ കാണാൻ ക്ഷണിച്ചു. ഞാൻ പോയി ആ പടം കണ്ടു. പടം കണ്ട് എണീക്കുമ്പോൾ തന്നെ ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി എന്നോട് കുശലൊക്കെ പറഞ്ഞു. എനിക്ക് ചേച്ചീനെ പെട്ടെന്ന് മനസ്സിലായില്ല. പടത്തിൽ കാണുന്ന പോലെയല്ലല്ലോ നേരിട്ട് കാണുമ്പോൾ. ആ പടത്തിൽ കഥാപാത്രമാണ്, നമ്മൾ അത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷേ അന്ന് തോമസിനോട് ഞാൻ പറഞ്ഞു, എന്തൊക്കെ ഇത് ഓടുകയോ ഓടാതിരിക്കുകയോ അതൊക്കെ വേറെ കാര്യം, ഇതിനൊരു നാഷണൽ അവാർഡ് കുട്ടേട്ടൻ എന്നിപ്പോൾ ഞാൻ വിളിക്കുകയാണ്. കുട്ടേട്ടന് കിട്ടും എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞാണ്. മേ ബി എനിക്ക് തോന്നുന്ന ഏറ്റവും ആദ്യം പറഞ്ഞ ആൾ ഞാനായിരിക്കും സിനിമ കണ്ടിട്ട്. ഇഷ്ടമാണ് വിജയരാഘവൻ വേറെ ആരോ പോലെ എനിക്ക് തോന്നുന്നു. ഇതെങ്ങനെയാണ് ഏട്ടാ? കാരണം അച്ഛൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡിൽ നിന്നും ബൈ ബ്ലഡ് ഇങ്ങനെ നമ്മളിലേക്ക് എത്തുന്നതാണോ? ഇതെന്താണ് ഏട്ടാ ഈ ഒരു മന്ത്രം? എന്താണ് കുട്ടേട്ടാ? സത്യം പറയാം, അഹങ്കാരമല്ല. ഞാൻ ജനിച്ചത് തന്നെ നടനാകാൻ വേണ്ടിയിട്ടാ, മറ്റൊന്നും കൊണ്ടല്ല. അല്ലെങ്കിൽ NN പിള്ള എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകനായിട്ട് ഞാൻ ജനിക്കില്ലല്ലോ. ഞാൻ കുട്ടിക്കാലത്ത് എൻ്റെ ജീവിതത്തിൽ അതായത് 5 വയസ്സ് എൻ്റെ ഓർമ്മയൊക്കെ ഉള്ളപ്പോൾ മുതൽ നാടക റിഹേഴ്സല്, നാടകക്കാരൊക്കെ വീട്ടിൽ തന്നെ താമസിക്കുന്നത്. ഇന്നത്തെ പോലൊന്നുമല്ല. അഭിനേതാക്കളൊക്കെ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരൊക്കെ തന്നെയായിരുന്നു. പിന്നെ പുറത്തുനിന്ന് കുറച്ച് ആൾക്കാരും കാണും. പക്ഷെ പുറത്തുനിന്നുള്ള ആൾക്കാരും ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ തന്നെ ഞങ്ങളെല്ലാവരും ഒന്നിച്ചുള്ള ജീവിതമായിരുന്നു.